ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ ആഴ്ചയിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു ദുരന്തത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം 300ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ലാൻഡ് സ്ലൈഡിനെ കുറിച്ച്. വാസ്തവത്തിൽ ഈ ലാൻഡ് സ്ലൈഡ് സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. പക്ഷേ എന്നാലും നമ്മൾ ഇപ്പോഴും ഇതുപോലെ മലയിലെ മണ്ണ് നിരത്തി ഇപ്പോഴും വീട് വെക്കുകയാണ്. വാസ്തവത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട് വെക്കാൻ വേണ്ടി മണ്ണ് മുകളിൽ നിന്ന് വെട്ടി താഴേക്ക് നിരത്തും. അപ്പോൾ വാസ്തവത്തിൽ നല്ല രീതിയിൽ ഉറച്ചിരുന്ന, അല്ലെങ്കിൽ മരമെല്ലാം പിടിച്ചതിൻ്റെ വേരുകളെല്ലാം അതിനുള്ളിലേക്ക് കയറി നല്ല രീതിയിൽ ഉറച്ചിരുന്ന മണ്ണിനെ വെട്ടി അതിൻ്റെ നിരപ്പായ ഭാഗത്തേക്ക്, അതിനെ നിരത്തുന്ന ഭാഗത്തേക്ക് ഇട്ട് അങ്ങനെ നിർത്തി നമ്മൾ അവിടെ നല്ല ബലത്തിലാണെന്നുള്ള വിചാരത്തിൽ അവിടെ ഒരു വീടങ്ങ് വയ്ക്കും. ഇതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം, ഈ നമ്മൾ വെട്ടി നിരത്തുന്ന ഭാഗവും പണ്ടുണ്ടായിരുന്ന നല്ല ഹാർഡായിട്ടുള്ള ഭാഗവും തമ്മിലുള്ള ഗ്യാപ്പിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പിടുത്തം അഥവാ അതിൻ്റെ തമ്മിലുള്ള കണക്ഷൻ വളരെ കുറവായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയതായിട്ട് വെട്ടി ഇങ്ങോട്ടിട്ട് നമ്മൾ നിരത്തി വച്ചിരിക്കുന്ന ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് മരങ്ങൾ പിടിച്ച് താഴത്തെ പഴയ കാലത്തുണ്ടായിരുന്ന താഴത്തെ ഭൂമിയിലേക്ക് വേരുകൾ എത്തിയാൽ മാത്രമേ ഇത് തമ്മിൽ നല്ല രീതിയിൽ കണക്റ്റ് ആയിട്ട് ഈ മലകൾ ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കറിയാം, പലരും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലനിരപ്പിൽ നമുക്ക് സാധാരണ വെട്ടിനിരത്തിയ ഭാഗത്തിന്റെ ആ ഭാഗത്ത് മാത്രം നിൽക്കുന്ന മരങ്ങളാണ് ഇതിനെ അവിടെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ നല്ല രീതിയിൽ വെള്ളം വന്ന് സ്റ്റോർ ചെയ്ത് ഈ രണ്ട് പഴയ മലയുടെ ഭാഗത്തു നിന്നും നമ്മൾ വെട്ടിനിരത്തിയ ഭാഗത്തിൻ്റെയും ഗ്യാപ്പിൽ വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലും നല്ല രീതിയിൽ ബലം ഉണ്ടാകുന്ന ഭാഗമായിരിക്കത്തില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മല കുറച്ച് നാളത്തേക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ നല്ല രീതിയിൽ വെയിറ്റ് വരുമ്പോഴത്തേക്ക് ഇതിന്റെ മുകളിൽ നിന്ന് തെന്നി മാറും. അപ്പൊ വാസ്തവത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളൊരു ബിൽഡിംഗ് വെക്കുമ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ പുതിയ മല വെട്ടി നിരത്തിയ സ്ഥലത്ത് മാത്രമാണ് നമ്മളത് പിടിപ്പിച്ചു വെക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ നല്ല രീതിയിൽ പൈലിംഗ് ഒക്കെ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് മലയുടെ മുകളിലെങ്കിൽ ഒരു കാരണവശാലും അതിനെയും കൊണ്ട് ഈ പറയുന്ന സ്ലൈഡ് ചെയ്ത് പോരാൻ ചാൻസസ് വളരെ കുറവാണ്. ഇല്ലെങ്കിൽ മല മുഴുവനായി ഇടിഞ്ഞു പോന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. അപ്പൊ നമ്മളൊരു മലയുടെ മുകളിൽ എന്തിനാണ് പൈല് ചെയ്യുന്നത് എന്നൊക്കെ ചില ആൾക്കാർ നമ്മളോട് പല പ്രാവശ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരോട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല. മാത്രമല്ല, ഒരു വീട് വയ്ക്കുമ്പോൾ പൈല് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റും വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ അവിടെ താമസിക്കണമെന്ന് ഉറപ്പുള്ളവർക്ക് സാധാരണ ഒരു കരിങ്കൽ ഫൗണ്ടേഷൻ വെച്ചാൽ, വെട്ടി നിരത്തിയിരിക്കുന്ന മലയുടെ മുകളിലേക്ക് ഒരു കരിങ്കൽ ഫൗണ്ടേഷൻ വെച്ചാൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിന്റെ മുകളിൽ ഒരു ഫൗണ്ടേഷൻ പണിതിട്ടാണ് അവരവിടെ ജീവിക്കുന്നത്. വാസ്തവത്തിൽ അത് വളരെയധികം റിസ്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പൈൽ ചെയ്ത് അതിന്റെ മുകളിലായിട്ടാണ് ഒരു ബിൽഡിംഗ് വെച്ചിരുന്നതെങ്കിൽ ഒരു കാരണവശാലും സ്ലൈഡ് ചെയ്ത് പോരുന്ന പറയുന്ന ബിൽഡിങ്ങിന് താഴെയുള്ള ഭാഗം ഒലിച്ചു പോയാൽ പോലും ബിൽഡിങ്ങിന് പ്രശ്നങ്ങളില്ലാതെ അവിടെ നിന്നേനെ മുകളിലുള്ള ഭാഗത്തെ എങ്കിലും. പക്ഷേ ഇത് അതുപോലും അല്ല ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ സാധാരണ ഫൗണ്ടേഷൻ പണിയും, ഫൗണ്ടേഷനൊക്കെ വളരെ ചിലവ് കുറച്ച് എങ്ങനെ പണിയാവുന്ന ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ അത് കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അത്രയും ചെറിയ രീതിയിൽ ഫൗണ്ടേഷൻ പണിത് കഴിഞ്ഞാൽ പോലും നമ്മൾക്കത് പിടിച്ചു നിർത്താനായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവില്ല. പിന്നെ താഴത്തെ ഭാഗത്തെ കാര്യത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഇത്രയും വലിയ കല്ലുകളും എല്ലാം വന്ന് ഇടിച്ച് കൊണ്ടു കഴിഞ്ഞാൽ എത്ര വലിയ പൈലിംഗ് ഫൗണ്ടേഷൻ ആണെന്ന് പറഞ്ഞാലും അതെല്ലാം തകർന്നു പോവുകയുള്ളൂ. കാര്യം പാലം പോലും അവിടെ നിന്ന് ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം നമ്മൾ ചെയ്യുന്ന വളരെയധികം വലിയ മണ്ടത്തരങ്ങളിൽ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സിസ്റ്റംസ് ആണ്. നമ്മൾ മണ്ടത്തരങ്ങൾ ചെയ്യുന്നു എന്നല്ല, വാസ്തവത്തിൽ നമുക്ക് ഇതെല്ലാം അറിവുള്ളതാണ്. പക്ഷെ നമ്മൾ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ലാഭത്തിന് വേണ്ടി ചെയ്യുമ്പോഴുണ്ടാകുന്ന ഇത്രയും വലിയ ഭയങ്കരമായ ഈ ഡിസാസ്റ്റേഴ്സ് ഒക്കെ നമ്മളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ബിൽഡിങ്ങുകൾ വെക്കുന്നത് കുറയ്ക്കുക. അതുപോലെ ബിൽഡിങ്ങുകൾ വെക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ മല ഇടിച്ച് നിരത്തി ചെയ്യാതിരുന്നാൽ തന്നെ കുറെ അധികം വ്യത്യാസങ്ങളുണ്ടാകും. ഉള്ള മലയിൽ പൈലിംഗ് ചെയ്തിട്ട് നേരെ പൈലിംഗ് ചെയ്ത് അതിൽ ചെയ്താൽ പോലും കുറെയൊക്കെ പിടിച്ചു നിൽക്കും. ഒരു കാരണവശാലും പുറകിലുള്ള മല വെട്ടി ഫ്രണ്ടിലേക്ക് നിരത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്
ഇതുപോലെ സ്ലൈഡ് ചെയ്ത് പോരുന്നതിന് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. മാത്രമല്ല നമുക്കറിയാം, പുറകിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ലൈഡിങ് താഴെയുള്ള എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ മുകളിലോട്ട് ചെല്ലും തോറും നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ചെയ്യുമ്പോൾ ഇനിയെങ്കിലും വളരെ നല്ല രീതിയിൽ നമ്മൾ നോക്കിയും കണ്ടും നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനും ഫൗണ്ടേഷനിലൊന്നും യാതൊരു വിധത്തിലുള്ള ലാഭവും പിടിക്കാതെയും അതുപോലെ തന്നെ മല വെട്ടി നിരത്തുന്നതും മരങ്ങൾ വെട്ടിക്കളയുന്നതും ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇതുപോലുള്ള പല ഡിസാസ്റ്ററുകളും നമുക്ക് ഇല്ലാതെയാക്കാം. ഈ ഡിസാസ്റ്ററിൽ മരണമടഞ്ഞവർക്കും അതുപോലെ അവരുടെ ബന്ധുമിത്രാദികൾക്കും വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ഇതുപോലെ ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.